പാൽപ്പൊടി ഉപയോഗിച്ചിട്ട് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ മിൽക്ക് പേടയാണ് ഇനി ഞാൻ കാണിക്കുന്നത്. 2-3 മിനിറ്റ് സമയമുണ്ടെങ്കിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നല്ല എളുപ്പമാണ്. അപ്പോൾ ഈ പേട എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2 ടേബിൾ സ്പൂൺ ചൂടുള്ള പാലാണ്. ഈ ചൂട് പാലിലേക്ക് ഒരു നുള്ളു വരെ കുങ്കുമപ്പൂവ് ചേർത്ത് കൊടുക്കാം. കുങ്കുമപ്പൂവ് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇത് നമുക്കിവിടെ മാറ്റി വെക്കാം. ഇത് നമുക്ക് ലാസ്റ്റ് പേട ഉണ്ടാക്കുന്ന സമയത്ത് അതിൽ ചേർക്കാനുള്ളതാണ്. ഇനി നമുക്ക് ചെറിയൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അത് ചൂടാകുന്ന സമയത്ത് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് സ്വീറ്റൻഡ് കണ്ടൻസ്ഡ് മിൽക്കാണ്. ഞാനിവിടെ അമൂലിൻ്റെ മിഠായി മേറ്റാണ് എടുത്തിരിക്കുന്നത്. മിൽക്ക് മെയ്ഡോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ വീട്ടിലുണ്ടാക്കിയ കണ്ടൻസ്ഡ് മിൽക്കാണെങ്കിൽ അത് ഉപയോഗിക്കാം. അപ്പോൾ ഇത് 200 ഗ്രാമിൻ്റെ ഈ ടിന്നിൽ നിന്ന് ഞാനൊരു 2 ടേബിൾ സ്പൂൺ വരെ ടിന്നിൽ ബാക്കി വെച്ചിട്ടാണ് ഇത് ചേർത്തിരിക്കുന്നത്. അപ്പോൾ മുഴുവൻ ചേർത്ത് കഴിഞ്ഞാൽ നല്ല മധുരമായിരിക്കും. അപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ വരെ ഞാനവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നെയ്യിലേക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. മിക്സ് ചെയ്ത ഉടനെ തന്നെ ഇതിലേക്ക് 1 കപ്പ് പാൽപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ആങ്കറിൻ്റെ പാൽപ്പൊടിയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പാൽപ്പൊടിയാണെങ്കിൽ ഒന്നുകൂടി നല്ല ടേസ്റ്റ് ആയിരിക്കും ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ. അപ്പോൾ ഇത് നന്നായിട്ട് മിൽക്ക് മെയ്ഡിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. പാൽപ്പൊടിയും കണ്ടൻസ്ഡ് മിൽക്കും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി പാലും കുങ്കുമപ്പൂവും ചേർന്ന മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കാം. ഹാർഡായിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് അല്പം കൂടി പാൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിപ്പോൾ നല്ല പാകത്തിലാണ് ഇരിക്കുന്നത്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് ഉടനെ തന്നെ നമുക്കിത് അടുപ്പത്തു നിന്ന് മാറ്റാം. കൂടുതൽ സമയമൊന്നും വെക്കണ്ട. ഒരു മിനിറ്റ് സമയം കൊണ്ട് തന്നെ ഇതൊക്കെ മിക്സ് ആയിക്കോളും. എന്നിട്ട് ഞാനിതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് തണുക്കണം. കൂടുതൽ തണുക്കാൻ നിൽക്കരുത്. ചെറുതായിട്ടൊന്ന് തണുത്ത് കഴിയുമ്പോൾ നമുക്കിത് ഇഷ്ടമുള്ള ഷേപ്പിലാക്കിയെടുക്കാം. ഇതിപ്പോൾ കൈ പൊള്ളാത്ത വിധത്തിൽ ഒരല്പം ചൂട് കുറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇഷ്ടമുള്ള അളവിലെടുത്ത് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് ആക്കിയെടുക്കാം. ഞാനിതിപ്പോൾ നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുത്ത് നടുവിൽ ഇതുപോലെ ഒന്ന് വിരൽ വെച്ച് പ്രസ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. എന്നിട്ട് ഇതിൻ്റെ നടുവിലായിട്ട് ഒരു ചെറിയ പീസ് പിസ്ത വെച്ച് കൊടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് നട്ട്സ് വേണമെങ്കിലും വെച്ച് കൊടുക്കാം. ഇതുപോലെ മുഴുവൻ പേടയും നമുക്ക് റെഡിയാക്കി എടുക്കാം. അങ്ങനെ 2 മിനിറ്റ് സമയം കൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള മിൽക്ക് പേട ഇവിടെ റെഡി ആയിട്ടുണ്ട്. മുഴുവനും ഞാനിതുപോലെ ഉണ്ടാക്കിയെടുക്കുകയാണ്. കണ്ടില്ലേ, നല്ല സോഫ്റ്റ് പേട വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു.